आज की विषय है आध्यात्मिकता की से सदा खुशी अनुभव होती। ഇന്നത്തെ വിഷയമാണ് ആധ്യാത്മികതയിലൂടെ സദാ സന്തോഷത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുന്നു, ആധ്യാത്മികതയുടെ ശക്തി നമുക്ക് നൽകുന്നു. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പരമപ്രിയനായ ശിവപരമാത്മാ പിതാവ്, ആ പരമാത്മാവിനെ സദാ സുഖദാതാവ്, ശാന്തിദാതാവ്, ജ്ഞാനത്തിൻ്റെ ദാതാവ്, ശക്തികളുടെ ദാതാവ്, ഇങ്ങനെ സർവപ്രകാരത്തിലുമുള്ള ബാപ്ദാദയാണ്, നമുക്ക് സന്തോഷം നൽകുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ദുഃഖം? നിങ്ങൾ പറയും ജീവിതത്തിൽ ദുഃഖം വരും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ദുഃഖം എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് കാര്യത്തിലാണ് ദുഃഖം? ശിവപരമാത്മാ പിതാവിനെ കുറിച്ച് നമ്മൾ മഹിമ പാടാറുണ്ട്. പരമാത്മാ സുഖദാതാവാണ്, ശാന്തിദാതാവാണ്. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പരമാത്മാ ദുഃഖദാതാവാണ്. പറഞ്ഞിട്ടുണ്ടോ? ദാതാവ് നമുക്കെല്ലാം തരുന്നു. സുഖം, സന്തോഷം, സ്നേഹം, ശക്തി, സർവർക്കും വേണ്ടി പരമാത്മാവ് നൽകുന്നു. ഇങ്ങനെയല്ല ചിലർക്ക് ദുഃഖം കൊടുക്കുന്നു, ചിലർക്ക് സുഖം കൊടുക്കുന്നു. ഇങ്ങനെയല്ല. ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും കാരണം മനുഷ്യൻ സ്വയം തന്നെയാണ്. അതിൻ്റെ കാരണം ഇതാണ്, മനുഷ്യൻ സ്വയത്തെ തന്നെ മറന്നു പോയിരിക്കുകയാണ്. ഞാൻ ആരാണ്? ഞാൻ ആരുടെ സന്താനമാണ്? ഇത് മറന്നു പോയിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഞാൻ ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ പത്നിയാണ്, ഇങ്ങനെ ഇങ്ങനെ. ഇതെല്ലാം അവരവരുടെ മനസ്സിൻ്റെ രചനകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ രചനകളിലെല്ലാം ദുഃഖവും കൂടെ ഉണ്ടാകും. ഇതാണ് അനുഭവം പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് സൃഷ്ടിചക്രമാണ്. ഇതിൽ പ്രകൃതിയുടെ നിയമമുണ്ട്. പകൽ കഴിഞ്ഞാൽ രാത്രി, രാത്രി കഴിഞ്ഞാൽ പകൽ. എന്നാൽ ചോദിക്കുമോ, രാത്രി നീ എന്തിനാണ് വന്നത്? എന്തുകൊണ്ടാണ് പകല് സദാ നിൽക്കാത്തത്? ഇങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഒരു യോഗിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ലാഭം, നഷ്ടം. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്, ദുഃഖിക്കുന്നത്? ദുഃഖം വരുന്നത് അവരവരുടെ അജ്ഞാനം കൊണ്ടാണ്. മനുഷ്യർക്ക് അവരവരുടെ ഇച്ഛകൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും ദുഃഖം വരും. അതുകൊണ്ട് ഇച്ഛകൾ ഭഗവാൻ തരുന്നതല്ല. എന്നാൽ മനുഷ്യന്റെ തന്നെ സ്വയം അജ്ഞാനത്തിന്റെ ഫലമാണ് ഇച്ഛകൾ. ഇച്ഛ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സ് ഉദാസീനമാകും. അപ്പോൾ ഇച്ഛ ഉദാസീനരാക്കി മാറ്റി. ഉദാസീനത അർത്ഥം
ദുഃഖത്തിന്റെ ദാസനാക്കി മാറ്റി. അതുകൊണ്ട് ദാസനാകാൻ വേണ്ടി എന്തിനാണ് ഇച്ഛകൾ വെക്കുന്നത്? അതുകൊണ്ട് നമുക്ക് നാച്ചുറലായി തന്നെ അനായാസം എല്ലാം ലഭിക്കുന്നു. ഇത് കർമ്മത്തിന്റെ ദാനമാണ്. ചിലര് ധനികരാകുന്നു, ചിലർ ദരിദ്രനാകുന്നു. ഏതുപോലെയാണോ ഡ്രസ്സുകള് പല കളറിലുള്ളത്, അതേപോലെ ഇതും പ്രകൃതി തന്നതാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ഉള്ളിൽ ഈ ദേഹാഭിമാനമുണ്ട്. ഈ ദേഹാഭിമാനം കാരണം മനുഷ്യർ പറയും, ഇവരും എന്നെ ബഹുമാനിക്കുന്നില്ല, ഇവരും എന്നെ ബഹുമാനിക്കണം. അതുകൊണ്ട് ആരാണോ ഈ ഇങ്ങനെയൊരു മാനം, അഭിമാനം, അന്തസ്സ് ഇതെല്ലാം യാചിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അവരെ ആരും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് ദേഷ്യം വരും. ഇവരാരാ എന്നെ അനുസരിക്കാതിരിക്കാൻ? ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ, പ്രവൃത്തിയിലെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ, ചിലപ്പോൾ അങ്ങനെ. അതേപോലെ ഈ സമൂഹത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ തന്നെ പ്രകൃതിയിലും ഇടയ്ക്ക് ചൂട്, ഇടയ്ക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. ചിലര് പറയാറുണ്ട്, എനിക്ക് ദുഃഖം വരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ആരെങ്കിലും ജന്മനാൽ തന്നെ ജന്മമെടുത്തു? അപ്പൊ ഞാൻ ചോദിക്കുന്നു, എനിക്ക് യുവാവാകണ്ട, ഇങ്ങനെ ചിന്തിക്കണം നമ്മുടെ കയ്യിലാണോ? ഇത് പ്രകൃതിയുടെ നിയമമല്ലേ? ജന്മമെടുത്തുവെങ്കിൽ തീർച്ചയായും വലുതാകും, യുവാവാകും, വൃദ്ധനാകും. വൃദ്ധാവസ്ഥയ്ക്ക് ശേഷം വാനപ്രസ്ഥാവസ്ഥയുണ്ടാകും, വാനപ്രസ്ഥാവസ്ഥയ്ക്ക് ശേഷം മരണമുണ്ടാകും. നിയമമനുസരിച്ചാണ് എല്ലാം ഇങ്ങനെ നടക്കുന്നത്. എല്ലാം കർമ്മത്തിന്റെ കണക്കുകളാണ്. ചിലര് കുട്ടിക്കാലത്ത് തന്നെ ശരീരം ഉപേക്ഷിക്കും, ചിലര് മരണം എത്തുമ്പോൾ ശരീരം ഉപേക്ഷിക്കും. എന്നാൽ ആത്മാവ് തന്നെയാണ് ശരീരം എടുക്കുന്നത്. എങ്ങനെയാണോ സർപ്പം അതിന്റെ തോൽ ഉപേക്ഷിച്ച് വേറൊരു തോല് ധരിക്കുന്നത്, അതുപോലെ ആത്മാവ് അവിനാശിയാണ്. പുതിയതെടുക്കുന്നു, പഴയത് ഉപേക്ഷിക്കുന്നു. ചിലര് കുട്ടിക്കാലത്ത് തന്നെ ശരീരം വിടുന്നു, ചിലര് വൃദ്ധാവസ്ഥയിൽ ശരീരം വിടുന്നു. എന്തായാലും ഉപേക്ഷിക്കുക തന്നെ വേണമല്ലോ. പറയാറുണ്ട്, രാമനും പോയി, രാവണനും പോയി, പരിവാരമെല്ലാം പോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പോയിട്ടേയില്ലാത്തവരായി? ഇവിടെ തന്നെ അമരനായി ഇരിക്കുമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. എല്ലാവരും വരും, എല്ലാവരും പോകും. കർമ്മമനുസരിച്ച് ചിലരാദ്യം പോകും, പിന്നീട് ചിലര് പോകും. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ കരയുന്നത്? അഥവാ കരയുകയാണെങ്കിൽ ദിവസവും ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ലേ? അതില് കരയാറുണ്ടോ? അതേപോലെ ഡ്രസ്സുകൾ പലതും മാറി മാറി ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ പാപത്തിന്റെയും പുണ്യത്തിന്റെയും കണക്കനുസരിച്ച് മനുഷ്യ ചിലപ്പോൾ അസുഖങ്ങളുണ്ടാകും, മറ്റു ചിലത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഇന്ന് സയൻസില് ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ചൊല്ലുണ്ടല്ലോ, ജീവിക്കൂ ജീവിക്കൂ മരുന്ന് കഴിച്ച് അസുഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മരുന്നുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അസുഖങ്ങളും ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അയ്യോ അയ്യോ എന്ന് പറയുന്നു. ശരി, മരുന്ന് കഴിച്ചോളൂ, എന്നിട്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോകും. ചിലപ്പോൾ ഇങ്ങനെ പറയും, ഇത് വളരെ സീരിയസ് ആണ്, പോകും എന്ന് തോന്നുന്നു. പക്ഷേ വളരെ നന്നായിട്ട് മാറുകയും ചെയ്യുന്നു. ചിലര് ആക്സിഡന്റ് സംഭവിച്ച് മരിക്കുന്നു.
जाते हो पिक्चर पर അപ്പോൾ ഇതെല്ലാം ഒരു കളിയാണ്. എങ്ങനെയാണോ നിങ്ങൾ സിനിമ കാണാൻ പോവാറില്ലേ? അതിൽ പല കാഴ്ചകളും കാണാറുണ്ട്. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, പലതരത്തിലുള്ള കഥകൾ രചിക്കാറുണ്ട്. मनोरंजन പിന്നെ എന്തിനാണ് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത്? रोने के लिए जाते മനസ്സിനെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? हो, जाते हो അതോ കരയാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? या रोने के लिए हाँ जाते हो ना കരയാൻ വേണ്ടി പോവാണോ അതോ മനസ്സിനെ രസിപ്പിക്കാൻ വേണ്ടി പോവാണോ? जो भी അതേപോലെ ഇവിടെയും ജോലിയുണ്ട്. करते हो പലതരത്തിലുള്ള ജോലികളും ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നുണ്ട്. अगर खेल ഇതെല്ലാം പ്രകൃതിയിലെ ഒരു കളിയാണ്. जरूर हार भी അഥവാ കളി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കളിയിൽ ജയവുമുണ്ട് തോൽവിയുമുണ്ട്. അതുകൊണ്ട് കളി അവസാനിപ്പിക്കണോ? जरूर है ഈയിടെയായിട്ട് സ്പോർട്സ് എല്ലാം വളരെയധികം ഉണ്ട്. हार സ്പോർട്സിൽ ചിലർ തോൽക്കുന്നു, ജയിക്കുന്നു. हाँ बंद करो सभी ये चीजें बंद करो ना क्यों नहीं बंद ഇതൊക്കെ അവസാനിപ്പിച്ചുകൂടെ? क्यों എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കാത്തത്? ये सभी എന്തുകൊണ്ടാണ്? कर्म है എല്ലാവർക്കും അറിയാം ഇതെല്ലാം अगर कोई ഒരു मेरे से കർമ്മമാണ്. पूछे, मैं अपनी बात അതുകൊണ്ട് आज അഥവാ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ 60 വർഷം मैं ആയി समझती हूँ मेरे अनुभव में ഇവിടെ വന്നിട്ട് जब से എനിക്കിതിൻ്റെ मैं അനുഭവം ഉണ്ടായിട്ട് बाबा की बनी ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നു, ഞാൻ എപ്പോൾ മുതൽ ശിവബാബയുടേതായി മാറിയോ ഞാൻ മനസ്സുകൊണ്ട് പോലും കരഞ്ഞിട്ടില്ല. समझती हूँ, खुशी जैसी खुराक नहीं चिंता जैसा मर्म ഞാൻ മനസ്സിലാക്കുന്നു സന്തോഷം പോലൊരു ടോണിക്കില്ല, ചിന്ത ചിതയ്ക്ക് സമാനമാണ്. में रहने की न कि जीवन मिलिया गम में ഈ ജീവിതം ലഭിച്ചിരിക്കുന്നത് സന്തോഷത്തോടുകൂടി ജീവിക്കാനാണ്, खुशी അല്ലാതെ ചിന്തകളുടെ ചിതയിലിരിക്കാനല്ല. क्यों സന്തോഷം നമുക്ക് പരമാത്മാവ് തന്നിട്ടുള്ള ദാനമാണ്. അതുകൊണ്ട് സന്തോഷത്തിന്റെ ദാനം ചെയ്യൂ. खुशी अभी गम नहीं ഇനി ഇങ്ങനെയുള്ള സന്തോഷമല്ല, അതായത് ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ ദുഃഖം അല്ല. എവർ ഹാപ്പി ഇരിക്കണം. एवर है എവർ ഹാപ്പി എന്നത് പരമാത്മാവിന്റെ വരദാനമാണ്. नो അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്, ഇടയ്ക്ക് ഹാപ്പി ഇടയ്ക്ക് അൺഹാപ്പി അല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആരുടെ സന്താനമാണ്? कौन है हम किसकी संतान ഇതിന്റെ പേരാണ് ആധ്യാത്മികത. അഥവാ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ആരാണ്, ആരുടെ സന്താനമാണ് नहीं बहुत എങ്കിൽ നമുക്ക് ഈ ജ്ഞാനയോഗത്തിന്റെ ഫലമായി സദാ വളരെ വളരെ സുഖം, ആനന്ദം, സന്തോഷം ഇതിലിരിക്കാൻ സാധിക്കും. तो अज्ञान माना അതുകൊണ്ടാണ് പറഞ്ഞത് प्रकार का मोह है ममता അജ്ഞാനം അർത്ഥം എന്തെങ്കിലും പ്രകാരത്തിലുള്ള മോഹം, ഇച്ഛ, कोई മമത, कोई राग है कोई द्वेष है ചിലപ്പോ कोई से नफरत അസൂയ, രാഗം, कुछ वैर है വെറുപ്പ്, വിദ്വേഷം, सब है गम के कारण और ഇതെല്ലാം ദുഃഖത്തിന്റെ കാരണങ്ങളാണ്. कोई गम नहीं ഇപ്പോൾ ഇതിനെല്ലാം ഉപരി പോകൂ, आना അപ്പോൾ ഒന്നിന്റെയും കുറവുണ്ടാവില്ല. സമുദ്രത്തിന്റെ ജോലിയാണ് തിരകൾ കൊണ്ടുവരിക. आओ चले आते ഈ തിരകൾ കണ്ട് നിങ്ങൾ സമുദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ എത്ര ആനന്ദം വരും? എത്ര ഉയരത്തിലാണ് തിരകൾ വരുന്നത്? वो आती है खुशी मजे देखने लिए നമ്മൾ സാഗരത്തിനോട് പറയാണല്ലയോ തിരകളെ ഇതൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞാൽ സാഗരം നിർത്തുമോ? അത് വരും, അത് പോകും. എത്ര സന്തോഷമാണത് കാണാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതം സത്യത്തിൽ നിരന്തരം സന്തോഷത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ യോഗീ ജീവിതം, दाई जी പ്രിയപ്പെട്ട ജീവിതം, जीवन സുഖം കൊടുക്കുന്ന ജീവിതം, ആനന്ദത്തിന്റെ ജീവിതം, സന്തോഷത്തിന്റെ ജീവിതം, इसलिए हम सभी को ഇത് തന്നെയാണ് യോഗീ ജീവിതം. आया है അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, സമയം വന്നിരിക്കുന്നു, का वरदान ഈ ദുഃഖത്തിന്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കൂ. സദാ സന്തോഷത്തിന്റെ വരദാനം है हम सभी को വരദാതാവിൽ നിന്നും എടുക്കൂ. വരദാതാവ് വന്നിരിക്കുന്നത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും उनका गाय ഗോപ ഗോപികമാരെ കുറിച്ച് പാടപ്പെട്ടിട്ടുണ്ട്. അവർ ഭഗവാന്റെ ലഹരിയിൽ കഴിഞ്ഞിരുന്നവരാണ്. അവർ അതീന്ദ്രിയ സുഖത്തിൽ വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്നു. तो गम അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സുഖത്തിലേക്ക് പോവുകയാണെങ്കിൽ
ദുഃഖവും സുഖവും അനുഭവിക്കും. എന്നാൽ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനുപരി പോവുകയാണെങ്കിൽ സദാ അതീന്ദ്രിയ സുഖം ലഭിക്കും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ മനുഷ്യനെ അധീനരാക്കും. എന്നാൽ ഇന്ദ്രിയജീത്താവുകയാണെങ്കിൽ നിങ്ങൾ അധീനമാവില്ല. ഇന്ദ്രിയങ്ങളെ അധീനമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അധീനത്തിലാവുമ്പോൾ ദുഃഖവും ഇന്ദ്രിയങ്ങളെ അധീനമാക്കുമ്പോൾ സന്തോഷവും ഉണ്ടാവുന്നു. ഞാൻ പറയുന്നു, നമുക്ക് ഈ മുഖമുണ്ടല്ലോ, ഈ മുഖത്തിലൂടെ സദാ പുഞ്ചിരിക്കൂ. നമ്മൾ ക്ഷേത്ര ജഡമൂർത്തികളെ കാണാറുണ്ട്. നോക്കൂ, അവരുടെ മുഖത്ത് എത്ര നല്ല പുഞ്ചിരിയാണ്. ആഹാ, എത്ര മനോഹരമാണ്. നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നും. ഇവരുടെ മുഖം കാണാൻ എത്ര മനോഹരായിരിക്കുന്നു. എന്തൊരു സുഖമാണ് തരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ദേവതകളുടെ മൂർത്തിയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ആത്മാക്കളുടെ ഇത് ചൈതന്യമൂർത്തിയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണോ, അയ്യോ അയ്യോ എന്തു ചെയ്യും, ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവർ മനുഷ്യരാണോ? മനുഷ്യരിങ്ങനെ അയ്യോ അയ്യോ എന്ന് പറയുകയാണോ? നമ്മൾ ആരുടെ സന്താനമാണ്? ഇത് നമ്മുടെ തന്നെ ദേവതകളുടെ മൂർത്തിയാണ്. അവർ നമ്മുടെ ഓർമ്മ ചിഹ്നം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാക്കി വെച്ചു. അതുകൊണ്ട് ഈ രാജയോഗം, ഇതിന് നമ്മൾ ആധ്യാത്മികത എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഈ ദുഃഖവും അശാന്തിയും ഉദാസീനതയും എല്ലാം ദൂരീകരിക്കും. ഭക്ഷണം കഴിക്കൂ, സന്തോഷത്തോടു കൂടി ചുറ്റിക്കറങ്ങൂ, ഗൃഹസ്ഥത്തെ പരിപാലിക്കൂ, ജോലി വേലകൾ ചെയ്യൂ. എന്നാൽ കമലപുഷ്പ സമാനം ജീവിക്കൂ. എന്നാൽ ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. കമലപുഷ്പത്തെ നോക്കൂ, എത്ര പ്രിയപ്പെട്ടതാണ്, എന്നാൽ എത്ര വേറിട്ടതാണ്. ചോദിക്കട്ടെ, അങ്ങനെയുള്ള ജീവിതമാണോ ജീവിക്കുന്നത്? സ്നേഹത്തോടെ ജീവിക്കൂ, വേറിട്ട് ജീവിക്കൂ. എങ്കിൽ എത്ര വിടർന്ന പൂ പോലെയായിരിക്കും. അതുകൊണ്ട് ഹൃദയ കമലപുഷ്പമാണ്. ഹൃദയത്തിലിരിക്കുന്ന പൂവിനെ സദാ വിടർന്ന പൂവാക്കി വെക്കൂ. വാടിയ പൂവാവരുത്. വാടിയ പൂവ് ആരെങ്കിലും എടുക്കുമോ? വേസ്റ്റ് ബോക്സിലിടും. എന്നാൽ ഫ്രഷ് പൂവിനെ എല്ലാവരും സ്വീകരിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണമെങ്കിൽ സദാ സന്തോഷമായിരിക്കൂ, മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കൂ. സ്വയം പ്രസന്ന ചിത്തരായിരിക്കൂ, മറ്റുള്ളവരെയും പ്രസന്ന ചിത്തരാക്കി മാറ്റൂ. പ്രസന്നത സദാ നിങ്ങളെ സന്തോഷമാക്കി വയ്ക്കും. ഒന്ന് പ്രസന്ന ചിത്തമായിരിക്കുക, മറ്റൊന്ന് പ്രശ്നചിത്തരായിരിക്കുക. പ്രശ്നചിത്തരായിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല. അതിനാൽ പ്രസന്നചിത്തരായിരിക്കൂ, സന്തുഷ്ടരായിരിക്കൂ. അതുകൊണ്ട് പല കാര്യങ്ങളും ഉദാഹരണമായിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഈ യോഗി ജീവിതം നമുക്ക് സദാ സന്തോഷം, ആനന്ദം, സുഖമെല്ലാം തരുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഈ സഭയിൽ നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് സന്തോഷത്തിന്റെ പ്രസാദം കൊണ്ടുപോകൂ. ക്ഷേത്രത്തിൽ പ്രസാദം ലഭിക്കാറുണ്ടല്ലോ. ദുഃഖത്തിന്റെ പ്രസാദം കൊണ്ടുപോവേണ്ട. പ്രസാദം ദുഃഖത്തിന് വേണ്ടിയല്ല തരുന്നത്, പ്രസാദം സന്തോഷത്തിന് വേണ്ടിയാണ് തരുന്നത്. പറയാറുണ്ട്, പ്രസാദം കഴിച്ചു സന്തോഷമായി. അതോ പ്രസാദം കഴിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് പറയാറുണ്ടോ? അതുകൊണ്ട് സന്തോഷത്തിന്റെ പ്രസാദം കൊണ്ടുപോകൂ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഉദാസീനതയുടെ കാരണം ആരെങ്കിലും നമ്മുടെ മുന്നിൽ വന്നാൽ അവര് പറയാണ്, ഇവരെന്താ ഇങ്ങനെ, ചോദിച്ചതിന് പോലും സമാധാനം പറയുന്നില്ല. അപ്പോൾ പോയാലും കരഞ്ഞോണ്ടേയിരിക്കും. അപ്പോൾ സന്തോഷം ഉണ്ടാകുമോ? അതുകൊണ്ട് ആര് വന്നാലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക.
और सब बातों में അവർക്ക് जो തോന്നും खर्च होता, ഇവരെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി, आवे ആനന്ദം വന്നു. आप कहेंगे അതുകൊണ്ട് ഏത് ജീവിതമാണ് വേണ്ടത്? കരയുന്നതോ ചിരിക്കുന്നതോ? അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവുണ്ട്. ऐसा करेंगे क्या? ആര് വന്നാലും ശത്രുക്കളായാലും അവരോട് ഹലോ എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കൂ. അല്ലാതെ ഇങ്ങനെ പറയോ, ഹലോ ഹലോ ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കില്ല, ഇങ്ങനെ ചെയ്യുമോ? कराया ഹലോ, വെൽക്കം, ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞാൽ അവർക്കും സന്തോഷമാകും. ഇതിന് വല്ല ചിലവുണ്ടോ? മുഖത്തിലൂടെ പുഞ്ചിരിച്ചു, ബഹുമാനം കൊടുത്തു, ഇതിന് ചെലവുണ്ടോ? മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കുറച്ചെങ്കിലും ചെലവുണ്ടാകും. इसलिए അതുകൊണ്ട് പുഞ്ചിരിക്കൂ, മറ്റുള്ളവരെയും പുഞ്ചിരിക്കാൻ പഠിപ്പിക്കൂ, സന്തോഷമായിരിക്കൂ, സമ്പന്നമായിരിക്കൂ. പറയാറുണ്ട്, സന്തോഷമായിരിക്കൂ, സമ്പന്നമായിരിക്കൂ. ഇങ്ങനെയുള്ള സമ്പന്നത നമുക്ക് ആധ്യാത്മികതയിലൂടെയാണ് പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രസാദം കൊണ്ടുപോകൂ. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതേപോലെ നിങ്ങളെല്ലാവരും എന്നെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രഭുവിൻ്റെ ഈ പ്രസാദം സ്വീകരിച്ച് സദാ സന്തോഷമായിരിക്കൂ. ഇത് തന്നെയാണ് സ്വാഗതം. यही स्वागत। ഓം ശാന്തി, ഓം ശാന്തി.